അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഇനി മുസ്തഫ പറയുന്ന ബുഖാരിയിലെ ഒരു ഹദീസ്, മുസ്തഫക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല സുലൈമാൻ ബിനു ദാവൂദ് അലൈഹിമസ്സലാം, ദാവൂദിൻ്റെ മകൻ സുലൈമാൻ പറഞ്ഞു, ല അത്തൂഫന്ന ലൈലത അലാ മിഅത്തി ഇംറാത്തിൻ ഔ 99, ഞാൻ ഇന്ന് രാത്രി 100 സ്ത്രീകളെ അല്ലെങ്കിൽ 99 സ്ത്രീകളെ, രണ്ട് രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ അല്ലെങ്കിൽ എന്നർത്ഥത്തിൽ 99 100 എന്നുള്ള സംശയം വരുന്നത്. ഞാൻ അവരുടെ അടുത്തൊക്കെ പോകും. കുല്ലുഹുന്ന യഅതി ബി ഫാരിസിൻ യുജാഹിദു ഫീ സബീലില്ലാ, അങ്ങനെ ഈ പെണ്ണുങ്ങളെല്ലാവരും ഓരോ അശ്വഭടനെ പ്രസവിക്കും. അവരൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യും. വഖാല ലഹു സാഹിബുഹു, അപ്പോൾ സുലൈമാൻ്റെ കൂട്ടുകാരൻ സുലൈമാനോട് പറഞ്ഞു, ഖുൽ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് പറയണം. ഫലം യഖുൽ ഇൻഷാ അല്ലാ, പക്ഷേ സുലൈമാൻ അത് പറഞ്ഞില്ല. അദ്ദേഹം പറയാതിരിക്കാൻ കാരണം ബോധപൂർവം ആയിരിക്കില്ല, അദ്ദേഹം മറ്റെന്തോ ശ്രദ്ധയിൽ പെട്ടിട്ടാണ് അത് പറയാതെ പോയിട്ടുണ്ടാവുക. ഫലം തഹ്മിൽ മിൻഹുന്ന ഇല്ല ഇംറാഅത്തും വാഹിദ, എന്നാൽ അവരിൽ ഒരു സ്ത്രീ മാത്രമാണ് ഗർഭം ധരിച്ചത്. അത് തന്നെ ജാഅത്ത് ബിശിഖി റജുലിൻ, ഒരു അര മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഭാഗമാണ് ആ സ്ത്രീ പ്രസവിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗ ഖാല ഇൻഷാ അല്ലാ, സുലൈമാൻ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ജാഹദു ഫീ സബീലില്ലാഹി ഫുർസാനൻ നജ്മഊൻ, ഈ സ്ത്രീകളൊക്കെ ഗർഭം ധരിക്കുകയും അവരൊക്കെ അശ്വഭടന്മാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന അശ്വഭടന്മാരെ പ്രസവിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതാണ് മുസ്തഫക്ക് പിടിക്കാത്ത ഹദീസ്. മുസ്തഫ ചോദിക്കണത് മുസ്തഫയുടെ ഇതിനെപ്പറ്റിയുള്ള മുസ്തഫയുടെ പരാമർശം എല്ലാം പെണ്ണ് പ്രശ്നമാണെന്നാണ്. മുസ്തഫ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പെണ്ണ് പ്രശ്നം എന്ന് പറയുന്നത് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അത്ര പുത്തരിയായിട്ടുള്ള സംഗതിയൊന്നുമല്ല. പക്ഷെ അത് ഹദീസുമായി ബന്ധപ്പെട്ട് ഈ വഷളൻ പ്രയോഗം പ്രയോഗിക്കുമ്പോൾ മുസ്തഫ സ്വയം തന്നെ ആലോചിക്കണം എന്താണ് ഈ പറയുന്നതെന്ന്. എന്നിട്ട് മുസ്തഫ പറയണത് ഇൻഷാ അള്ളയുടെ മഹത്വം, ഇൻഷാ അള്ള പറയാത്തത് കൊണ്ടാണ് ഇത് ഇവരൊക്കെ പ്രസവിക്കാതെ പോയിട്ടുള്ളത്. ഒരു ദിവസം ഒരു മനുഷ്യൻ എത്ര സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പറ്റും എന്നൊക്കെയാണ് മുസ്തഫൻ്റെ ചോദ്യം. അപ്പോൾ ഇത് ഹദീസിൽ വന്നതാണ് മുസ്തഫയ്ക്ക് പിടിക്കാതെ പോയിട്ടുള്ളത്. പക്ഷെ മുസ്തഫ പറയുന്നൊരു സംഗതിയുണ്ട്. എന്താണത്? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബി എന്നുള്ള സൂറത്ത് ബഖറയിലെയും മാഇദയിലെയും ആയത്തോതിട്ടാണ് മുസ്തഫ എല്ലാ വേദങ്ങളും സത്യമാണ്, ഒരു വേദവും തള്ളപ്പെട്ടിട്ടില്ല, അതിൽ കൃത്രിമങ്ങൾ വന്നിട്ടില്ല, അതെപ്പടിയാണോ അവതരിച്ചിട്ടുള്ളത് അതേപടി നിലനിൽക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ ഹദീസിൽ ഇങ്ങനെ പ്രയോഗം ഉള്ളത് ശരിയാണ്. അതൊരു പക്ഷേ ആ അല്ലയില എന്ന് പറഞ്ഞത് ഉദ്ധരിച്ച ആൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഹദീസ് ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ചില വാക്കുകൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഹദീസ് പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഗതിയാണ്. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇവിടെ രണ്ട് സംഗതിയാണുള്ളത്. ഒന്ന്, മുസ്തഫ തന്നെ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്ര ഭാര്യമാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വാദമുണ്ടല്ലോ. എന്നാൽ സുലൈമാൻ നബി 100 99 വിവാഹം ചെയ്തിരുന്നു എന്നുള്ളത് മുസ്തഫയുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ബൈബിളിൽ തന്നെ പറയുന്നതാണ്. മുസ്തഫക്ക് ഖുർആനേക്കാൾ വിശുദ്ധം ബൈബിളും അതുപോലെ ഇവിടുത്തെ മറ്റ് വേദങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ വിശുദ്ധ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട് സുലൈമാൻ നബിക്ക് 100 അല്ലെങ്കിൽ 99 ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഹദീസിൽ പറഞ്ഞതുകൊണ്ട് മുസ്തഫക്ക് അത് സ്വീകാര്യമാവില്ല. വേദത്തിൽ പറഞ്ഞത് മൂപ്പരെ കണ്ടുപെട്ടിട്ടുണ്ടാവില്ല. കാരണം ഇതൊന്നും വേണ്ടത്ര വായിച്ച് ചിന്തിച്ച് ഇതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് നോക്കിയിട്ടൊന്നുമല്ല മുസ്തഫ ഇതൊന്നും വിളിച്ചു പറയണത്. അപ്പോൾ മുസ്തഫക്ക്
വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്ന സംഗതി. ആ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് മുസ്തഫ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുസ്തഫ തന്നെ വിശുദ്ധമെന്ന് പറയുന്ന, തള്ളപ്പെട്ടിട്ടില്ല, നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഏതൊരു സമൂഹത്തെയും അവരുടെ വേദത്തിലേക്കാണ് ക്ഷണിക്കേണ്ടതെന്ന് പറയുന്ന ഈ വേദത്തിൽ തന്നെയുള്ള സംഗതിയാണ് മറ്റൊരു രീതിയിൽ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി മുസ്തഫയ്ക്ക് എന്താ പറയാനുള്ളത്? അവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ വേദമനുസരിച്ച് സുലൈമാൻ നബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണോ മുസ്തഫയ്ക്ക് പറയാനുള്ളത്? അതോ മുസ്തഫ ഈ വേദങ്ങളെ തള്ളിപ്പറഞ്ഞ് ഹദീസ് തള്ളിക്കോട്ടെ, ആ കൂട്ടത്തിൽ ഈ വേദങ്ങളെയും തള്ളിപ്പറയോ? അതോടുകൂടി മുസ്തഫൻ്റെ സ്കൂൾ പൂട്ടുക ചെയ്യുക. കാരണം മുസ്തഫ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? അത് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ പിന്നെ ഒച്ചിട്ട് നടക്കേണ്ടി വരും മുസ്തഫ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് മുസ്തഫ ഹദീസ് നിഷേധിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകെയിലിപ്പോൾ മൂപ്പർക്ക് ഒരു ഹദീസ് തിർമിദിയിൽ നിന്ന് കിട്ടിയതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനോട് ഹാരിസുൽ അഅ്വർ പറഞ്ഞ അവിടെ യഖൂദൂന ഫിൽ ഹദീസ് പറഞ്ഞാൽ വർത്തമാനം പറയുന്നു എന്നുള്ളതിന് ഹദീസ് ആയിട്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് മുസ്തഫ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താണ് താൻ പറയുന്നത് എന്നോ എന്തിനെ സംബന്ധിച്ചാണ് ജനങ്ങളോട് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോ തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നോ വ്യക്തമായിട്ടുള്ള ധാരണയോ പിടിപാടോ ഇല്ലാതെയാണ് മുസ്തഫ ഇതൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. തനിക്ക് തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയുന്നു, അതിൽ ഹദീസിനെ തള്ളുന്നു, ഖുർആനെ ദുർവ്യാഖ്യാനിക്കുക മാത്രമല്ല ഖുർആനിലെ വാക്കുകൾക്ക് പോലും അർത്ഥം മാറ്റി പറയുന്നു. ഇതൊക്കെയാണ് മുസ്തഫൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. മുസ്തഫയെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അല്ലാഹുമ്മ ഗ്ഫിർ ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പഠിച്ചവനെ വിവരദോഷികളാണ് ഇവർ, അവരോട് പൊറുക്കണേന്ന് പ്രാർത്ഥിക്കല്ലാതെ വേറൊരു നിർവാഹവും ഇല്ല ഈ കാര്യത്തിൽ.